പ്രധാനപ്പെട്ട വിഷയം ഇവിടെ നിഴലിക്കുന്നത് എന്താണ്? ലേബർ കോഡാണ്. സ്വാഭാവികമായും മോദി സർക്കാർ ഈ അർത്ഥത്തിൽ മൂലധന ശക്തികൾക്കൊപ്പമാണ്. അതൊരു പിന്തുടർച്ചയാണ്, അത് കോൺഗ്രസ് ചെയ്താണ്, അത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ BJP ചെയ്യുന്നൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന യാഥാർത്ഥ്യത്തെ ഏതൊക്കെ തരത്തിൽ മറികടക്കാനാകും? നിങ്ങൾ വെച്ചതുപോലെ ഉള്ള ഗോപാൽ ഗൗഡ കമ്മിറ്റി അടക്കമുള്ളവയുടെ നിർദ്ദേശങ്ങൾ, അങ്ങനെ പല വിധത്തിലുമുള്ള പിൻബലങ്ങൾ LDF സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതിന് സഹായകമായ രീതിയിൽ ഏതൊക്കെ തരത്തിൽ ഇവിടെ ഈ സർക്കാർ ഇപ്പോൾ നീങ്ങണം? എന്തൊക്കെയാണ് തൊഴിലാളികളുടെ പക്ഷത്ത് നിന്ന്? ഈ പ്രശ്നത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇതൊരൊറ്റപ്പെട്ട സംഭവമായി നമ്മൾ കണ്ടുകൂടും. അപ്പോൾ മന്ത്രി പറഞ്ഞ അഭിപ്രായം ഞാൻ കേട്ടു. അദ്ദേഹം ഇടപെടുന്നുണ്ട്, അവർ വരുന്ന സമയത്ത് തന്നെ എപ്പോഴും വരാൻ തയ്യാറാണ് എന്ന നിലയിലുള്ള അഭിപ്രായം പറയുന്നുണ്ട്. അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഇതൊരൊറ്റപ്പെട്ട സംഭവമായി നമ്മൾ കണ്ട് തീരുമാനം എടുക്കുന്നതിനേക്കാൾ ഉപരിയായി ഇന്ന് കേരളത്തിൻ്റെ വിവിധ, ഇപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്ന തൃക്കാക്കര പ്രദേശത്തെ ഇൻഫോ പാർക്കിലടക്കം ഇത്തരത്തിലുള്ള പല ഘട്ടങ്ങളിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കൊക്കെ ഇടപെട്ടിട്ടാണ് ആ കാര്യങ്ങളിലെല്ലാം തീരുമാനം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പുതിയ ലേബർ കോഡ് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റ്. ഈ ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ തൊഴിലുടമയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ആളെ എടുക്കാം. അത് തീർന്നു കഴിയുമ്പോൾ യാതൊരുവിധ ആനുകൂല്യങ്ങളില്ലാതെ പിരിച്ചുവിടാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു കോർപ്പറേറ്റുകൾക്കും അതേപോലെ തന്നെ തൊഴിലുടമകൾക്കും അംഗീകാരം കൊടുക്കുന്ന അല്ലെങ്കിൽ നിയമപരമായ പരിരക്ഷ കൊടുക്കുന്ന ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻ്റ് ഉണ്ട്. പുതിയ സാർവദേശീയ രാഷ്ട്രീയം നമ്മളെടുത്ത് നോക്കുമ്പോൾ ആ രാഷ്ട്രീയത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പുതിയ കോർപ്പറേറ്റ് കമ്പനികളുടെ ഒരു പ്രധാനപ്പെട്ട രീതി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഡിസൈൻ ചെയ്യുക, ഒരു സ്ഥലത്ത് മാർക്കറ്റ് ചെയ്യുക, ഒരു സ്ഥലത്ത് മാനുഫാക്ചർ ചെയ്യുക എന്ന നിലയിൽ വരുമ്പോൾ സ്വാഭാവികമായും മൂന്നാം ലോക രാജ്യങ്ങളിലെ തൊഴിലാളികളിലേക്കാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഏറ്റവും തൊഴിൽ കുറച്ച് വേതനം കുറച്ച് അവരെ തൊഴിലെടുപ്പിക്കുക എന്നുള്ള ഒരു ചൂഷണ മുഖമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് മേക്കിംഗ് ഇന്ത്യയും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലേബർ കോഡ് വരുമ്പോൾ മൂലധനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയാവുന്ന രീതിയിലാണ് നിയമങ്ങൾ ഉണ്ടാകുന്നത്. അതിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങളിലൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ സംസ്ഥാനത്ത് മറ്റൊരു രീതിയിലുള്ള ഒരു തൊഴിൽ സംസ്കാരം, ഇവിടുത്തെ സംഘടിതമായ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ വളരെ സജീവമായ ഇടപെടലുകൾ, പ്രക്ഷോഭങ്ങൾ, ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് തൊഴിലാളിക്കൊരു തൊഴിൽ സുരക്ഷിതത്വം ഉണ്ടാകുന്നത്. ഇതിൽ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ രംഗത്ത് ഇപ്പോൾ നമ്മുടെ പിരിച്ചുവിടപ്പെട്ട ഒരു തൊഴിലാളി അടക്കം അവിടെ ഇരിപ്പുണ്ട്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലെടുക്കുന്നവരും ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ മറ്റിടങ്ങളിലും ഇപ്പോൾ തൊഴിലെടുക്കുന്നവരുണ്ട്. അവർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ലേബർ കോഡിൻ്റെ ഭാഗമായി പിന്നെ ഇവർ ചെയ്യുന്ന മറ്റൊരു പണിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനികൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ നിയമത്തിൻ്റെ അപ്പുറം മറികടക്കാൻ, ഇപ്പോൾ 300 പേരിൽ കൂടുതലുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ അനുമതി വേണമെന്ന് പറയുമ്പോൾ തന്നെ ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ കമ്പനികൾ രണ്ടായി തന്നെ രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള തട്ടിപ്പുകൾ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള തട്ടിപ്പ് നടത്താനുള്ള സംവിധാനങ്ങളെല്ലാം ഈ ലേബർ കോഡിൻ്റെ അകത്ത് തന്നെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള നിലയിൽ എല്ലാ കോർപ്പറേറ്റുകളും അതേപോലെയുള്ള തൊഴിൽ സ്ഥാപനങ്ങളും അസംഘടിത മേഖലയിലെല്ലാം തൊഴിൽ സ്ഥാപനങ്ങൾ ഇങ്ങനെയൊക്കെ തുടരുമ്പോഴാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് മുമ്പിൽ ഈ പറഞ്ഞ പോലെ ഈ തൊഴിൽ നിയമങ്ങളിൽ നിന്ന് എങ്ങനെ, ഈ തൊഴിൽ കോഡുകളിൽ നിന്ന് തൊഴിലാളികളെ എങ്ങനെ സംരക്ഷിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ചർച്ച ഉയർന്നു വരുന്നത്. അതിലെല്ലാം ട്രേഡ് യൂണിയനുകൾക്കൊക്കെ നല്ല പങ്കുണ്ട്. എല്ലാവരും ഈ വിഷയത്തെ നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തൊഴിലാളികളുടെ ആകെ അവകാശങ്ങളെ സംരക്ഷിക്കാനും അവരുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും ഈ പറയുന്ന പോലെ കോർപ്പറേറ്റുകളുടെ ഈ ചൂഷണത്തെ അവസാനിപ്പിക്കാനും കഴിയാവുന്ന നിലയിലുള്ള ഒരു ഇടപെടലിനെ സംബന്ധിച്ച് നമ്മൾ വളരെ ഗൗരവമായിരിക്കണം. അതിന് സംസ്ഥാന സർക്കാർ വളരെ അടിയന്തരമായി യുദ്ധകാല സമാനമായി ഇടപെടേണ്ട ഒരു വിഷയമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ദിവസം ഉണ്ടാവും. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഇൻഫോ പാർക്കിൻ്റെ 1-2 പരാതികൾ നമ്മുടെ CA2ൻ്റെ ഓഫീസിലെത്തുന്ന സ്ഥിതിയുണ്ടായി. അവിടെയും ഇങ്ങനെ കൂട്ടപ്പിരിച്ചുകളെ കുറിച്ച് ആലോചിക്കുക എന്നാണ്. അപ്പോൾ ഇതൊരു കോറം ഹെൽത്തിലെ പ്രശ്നമായിട്ട് മാത്രം നമ്മൾ ഇതിനെ ചുരുക്കി കാണാതെ ഇതിന്നിപ്പോൾ എല്ലാ ഇടങ്ങളിലും എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് അവർ മാറി ചിന്തിക്കണമെന്ന് പറയുന്നത്? കേരളത്തിൽ നമ്മളിപ്പോൾ ഈ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും പെട്ടെന്ന് തന്നെ അവിടെ ഇടപെടാനായിട്ട് തൊഴിലാളി സംഘടനകൾ സജീവമായി എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു കേവലം ഒറ്റപ്പെട്ട സംഭവമായി നമ്മൾ കാണാതെ സംസ്ഥാന ഗവൺമെൻറ് ഇതിൻ്റെ അകത്ത് കേരളത്തിൻ്റെ ഒരു തൊഴിൽ സംസ്കാരമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലും ഇത് തടയാനായിട്ടുള്ള തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള ഇടപെടലും കുട്ടികളുടെ ഭാവി നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക. അവിടെയുള്ള 800ഓളം വരുന്ന കുട്ടികൾ അവിടെ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുന്നു. അവർക്കൊന്നും ഒരു രീതിയിലും നാളെ അവിടെ ചെല്ലുമ്പോൾ തൊഴിലില്ല എന്നുള്ള ഒരു പ്രതീക്ഷയില്ലാതെയാണ് നിൽക്കുന്നത്. അവരെല്ലാം എന്ത് നീചമാണ്, വിചിത്രമായ നടപടിയാണ്. ഒരു മനുഷ്യ മുഖമുണ്ടോ ഈ കാര്യത്തിൽ? അപ്പോൾ ഇതെല്ലാം വളരെ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യപ്പെടണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.